ഒരിടത്തര അമ്മായിമ്മയും മരുമകളും ഉണ്ടായിരുന്നു. രണ്ടുപേരും വളരെ സോഷ്യലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ശാരദ അനാമികയോട്, മോളെ, മരുമകളെ, വിളിച്ചമ്മേ. അതെ മോളെ, ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ബന്ധുക്കൾ വരുന്നുണ്ട്. ഇന്ന് ഭക്ഷണമൊക്കെ വളരെ നന്നായിരിക്കണം. നിങ്ങൾ കാലുടെ മുകളിൽ കാല് വെച്ച് ഇരിക്കുക അമ്മേ. ഞാനില്ലേ, ഭക്ഷണം ഞാൻ അടിപൊളിയാക്കാം. വരുന്നവർ ഭക്ഷണം കണ്ട് നിങ്ങളെ അഭിനന്ദിക്കണം. എന്നെയും ഒരുപാട് പുകഴ്ത്തു. നോക്കൂ അമ്മേ. ശരി മരുമകളെ, സംസാരത്തിൽ കാണിക്കണ്ട, പ്രവൃത്തിയിൽ കാണിക്കേ. പിന്നെ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. എന്താ പറഞ്ഞേ? എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ലെന്നോ? എന്താ പറയുന്നത്? ഇത് നിങ്ങളുടെ കാലമല്ല അമ്മേ. ഇപ്പൊ എല്ലാം തന്നെ യൂട്യൂബിലുണ്ട്. വരാത്തത് ഒന്നുമില്ല. എല്ലാം തന്നെ അതിൽ കണ്ടു പഠിച്ച് അടിപൊളിയാക്കാം. ഞാൻ യൂട്യൂബ് നോക്കി പാചകം ചെയ്യാൻ നോക്കൂ. അത് കണ്ട് നിങ്ങൾ എനിക്ക് അവാർഡ് തന്നെ തരും. നോക്കിക്കോളൂ. ആഹാ മരുമകളെ, നീ പറയുന്നത് കേൾക്കുമ്പോഴേ പാചകം അടിപൊളിയാക്കുമെന്ന് ഇപ്പൊ തന്നെ എനിക്ക് ഉറപ്പ് തോന്നുന്നു. ദാ, ഈ പൈസ കൊണ്ടുപോയി മാർക്കറ്റിൽ നിന്ന് പാചകം ചെയ്യാൻ എന്തൊക്കെ ആവശ്യമോ എല്ലാം വാങ്ങിക്കോ. ഓക്കെ അമ്മേ. അങ്ങനെ ശാരദയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കൊണ്ട് അനാമിക മാർക്കറ്റിൽ പോകാൻ പുറത്തേക്ക് വന്നു. പുറത്തുണ്ടായിരുന്ന വലിയ കുട്ട തലയിൽ വെച്ചുകൊണ്ട് പുറപ്പെട്ടു പോകുമ്പോൾ അടുത്ത വീട്ടിലെ പങ്കജം വിളിച്ചു. എന്താ അനാമിക, വലിയ കൊട്ടയും വെച്ച് പോകുന്നുണ്ടല്ലോ. എവിടേക്കാ പോകുന്നത്? ഞങ്ങളുടെ വീട്ടിൽ ബന്ധുക്കൾ വരുന്നുണ്ട്. അതുകൊണ്ടാ എന്റെ അമ്മായിമ്മ എനിക്ക് പൈസ തന്ന് പലചരക്ക് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാർക്കറ്റിലേക്കാ പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? പലചരക്ക് വാങ്ങാൻ ചന്തയിലേക്ക് പോകുന്നു. നല്ലതാ. അതിരിക്കട്ടെ, ഈ കൊട്ട എന്തിനാ? എനിക്ക് ബുദ്ധിയില്ലെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് അറിയില്ലെന്ന് തോന്നുന്നോ? സഞ്ചി കൊണ്ടുപോയാൽ അമ്മായിമ്മ പറഞ്ഞതിൽ പോരാതാകും. അതുകൊണ്ടാണ് ഇത്ര വലിയ സഞ്ചി കൊണ്ടുപോകുന്നത്. ഇതിൽ എത്ര സാധനം വേണമെങ്കിലും വാങ്ങാം. അതുകൊണ്ടാ ഇതെടുത്തുകൊണ്ട് ഞാൻ പോകുന്നത്. അതല്ല മോളെ, സാധനങ്ങൾ എപ്പോഴും സഞ്ചിയിലല്ലേ ഇടുക? നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. സഞ്ചിയേക്കാൾ കൊട്ടയാണ് നല്ലത്. സഞ്ചി കൊണ്ടുപോയാൽ കൈയൊക്കെ വേദനിക്കും. പക്ഷെ കൊട്ടയാണെങ്കിൽ തലയിൽ വെച്ച് സുഖമായി നടക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് കുട്ട തലയിൽ വെച്ച് അനാമിക പുറപ്പെട്ടു. ആദ്യം ഒരു ചിക്കൻ കടയിലേക്ക് വന്നു. 4 കിലോ ചിക്കൻ വേണമെന്ന് പറഞ്ഞു. ആ കടക്കാരൻ അരമണിക്കൂർ കഴിഞ്ഞു വാ, മുറിച്ചു തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അനാമിക പലചരക്ക് കടയിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങാമെന്ന് അവിടേക്ക് പോയി. അവിടെ ആവശ്യമായ സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുത്തു. കടക്കാരൻ എല്ലാം പാക്ക് ചെയ്ത് കൊടുത്തു. അതെല്ലാം കുട്ടയിലിട്ടുകൊണ്ട് കുട്ടയെടുത്ത് തലയിൽ വെച്ച് ചിക്കൻ ഷോപ്പിലേക്ക് നടന്നു വന്നുകൊണ്ടിരുന്നു. ചിക്കൻ കടക്കാരൻ 4 കിലോ ചിക്കൻ വെട്ടി ഒരു സഞ്ചിയിലിട്ട് കൊടുത്തു. അതും എടുത്ത് കുട്ടയിൽ വെച്ചുകൊണ്ട് അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നു. ചെറിയ ചെറിയ സാധനങ്ങൾ കുട്ടയിലുള്ളത് കൊണ്ട് അതെല്ലാം താഴേക്ക് തെറിച്ച് വീണുകൊണ്ടിരുന്നു. അനാമിക അതുപോലും ശ്രദ്ധിക്കാതെ നടന്ന് വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നു. തലയിൽ നിന്ന് കുട്ട താഴേക്ക് ഇറക്കി നോക്കി. അതിൽ കുറച്ച് സാധനമേ ഉണ്ടായിരുന്നുള്ളൂ. വാ പൊളിച്ചുകൊണ്ട് അനാമിക അമ്മായിയമ്മയെ വിളിച്ചു. അമ്മേ എന്ന് വിളിച്ചതും ഹാളിൽ നിന്ന് അനാമിക വിളിച്ചുടനെ ഓടി വന്നു അമ്മായിയമ്മ. എന്തു പറ്റിയടി? ആര് ചത്തുപോയെന്നാ നീ ഇങ്ങനെ ബഹളം വെക്കുന്നത്? അമ്മേ, ഇവിടെ നോക്കൂ അമ്മേ, ഈ കുട്ടയിൽ പ്രേതമുണ്ട്. കുട്ടയിൽ പ്രേതമുണ്ടെന്നോ? ആദ്യം നീ പേടിക്കാതെ, എന്നെ പേടിപ്പിക്കാതെ സംഭവിച്ചത് എന്തെന്ന് പറ. അമ്മേ, ഞാൻ നിങ്ങൾ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങി ഈ കുട്ടയിൽ വെച്ചതാ. തലയിൽ വെച്ച് വീട്ടിൽ വന്നു. ഇപ്പൊ നോക്കുമ്പോൾ കുട്ടയിലുള്ള പകുതി സാധനം കാണുന്നില്ല. അത് ഈ കുട്ടയിലുള്ള പ്രേതം കഴിച്ചെന്നാ തോന്നുന്നത്. പ്രേതവുമില്ല, പിശാചുമില്ല. ആരെങ്കിലും പലചരക്ക് വാങ്ങാൻ ഇത്രയും വലിയ കുട്ട കൊണ്ടുപോകുമോ? അതിലിട്ടത് കൊണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ താഴെ വീണും. അതേതോ പ്രേതം കഴിച്ചെന്ന് നീ പ്രേതത്തിനെ പോലെ തുള്ളുന്നിവിടെ. തൊണ്ട കീറുന്ന പോലെ ബഹളവും. അതല്ല അമ്മേ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഇനി നീ എന്തെങ്കിലും പറഞ്ഞാ എങ്ങനെ അടിക്കും, എവിടെ അടിക്കുമെന്ന് എനിക്ക് അറിയില്ല. വായടച്ചിട്ട് പോയി പറഞ്ഞത് ചെയ്യേ. അനാമിക തിരിച്ചൊന്നും പറയാതെ തന്നെ അവിടെ നിന്ന് കുട്ടിയിലെ സാധനങ്ങളും എടുത്ത് അകത്തേക്ക് ചെന്നു. പാചകത്തിന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് ഫോൺ ഓണാക്കാൻ നോക്കി. കൈ വഴുതി ഫോൺ താഴെ വീണു. പേടിച്ചു പോയി ഫോൺ എടുത്ത് ഓണാക്കി നോക്കി. ഫോൺ ഓണായി. ദീർഘശ്വാസം വിട്ടാനാമിക. അയ്യോ, രക്ഷപ്പെട്ടു. ഈ ഫോൺ ഇപ്പോൾ പൊട്ടിയിരുന്നെങ്കിൽ അമ്മായിയമ്മയോട് ആരുത്തരം പറയും?
അങ്ങനെ യൂട്യൂബ് ഓണാക്കിക്കൊണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കി. ഫോണിൽ വീഡിയോ വന്നെങ്കിലും അതിൽ ശബ്ദമില്ല. അതുകൊണ്ട് അനാമിക ശബ്ദമില്ലെങ്കിലും സാരമില്ല, വീഡിയോ മാത്രം നോക്കി എല്ലാവരും തന്നെ അഭിനന്ദിക്കുന്ന പോലെ പാചകം ചെയ്യുമെന്ന് കരുതി. അങ്ങനെ വിചാരിച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയ അനാമിക 1 അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അമ്മായിമ്മ അടുക്കളയിലേക്ക് വന്നു. മരുമകളെ, പാചകം കഴിഞ്ഞോ? ബന്ധുക്കൾ വരുന്നില്ലെന്ന്. എനിക്ക് ഒരുപാട് വിശക്കുന്നു, ഭക്ഷണം താ. അയ്യോ അമ്മേ, ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി കഴിക്കുന്ന ഭാഗ്യം ബന്ധുക്കൾക്ക് ഇല്ലാതെ പോയി. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടല്ലേ, നിങ്ങൾ മൊത്തം കഴിക്കൂ. അങ്ങനെ അനാമിക അവൾ ഉണ്ടാക്കിയ ബിരിയാണി പ്ലേറ്റിൽ വെച്ച് അത് കൊണ്ടുവന്ന അമ്മായിമ്മയ്ക്ക് കൊടുത്തു. അത് കണ്ട് സന്തോഷത്തോടെ ശാരദ തന്റെ മരുമകൾ ഉണ്ടാക്കിയ ബിരിയാണി എന്ന് ഒന്നെടുത്ത് വായിൽ വെച്ചു. അത്ര തന്നെ. വായിൽ വെച്ച് ഭക്ഷണം തൊണ്ടയ്ക്കുള്ളിൽ ഇറങ്ങുന്നതിന് മുന്നു തന്നെ അത് അനാമികയുടെ മുഖത്ത് വന്ന് വീണു. അനാമിക പേടിച്ചു പോയി. അമ്മേ, അമ്മേ, എന്ത് പറ്റി? അങ്ങനെ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു അനാമിക. ഒന്നുമില്ല മരുമകളെ, ഈ ബിരിയാണി മാത്രം അവർ കഴിച്ചിരുന്നെങ്കിൽ ഞാൻ ചാകുന്നവരെ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാകും. അവർ വരാത്തത് നന്നായി. ഈശ്വര, നീ ഒരിക്കലും ബിരിയാണി മാത്രം ചെയ്യരുത്. അമ്മായിമ്മ പറഞ്ഞത് കേൾക്കാതെ അനാമിക അടുക്കളയിൽ ചെന്ന് കുറച്ചെടുത്ത് കഴിച്ചു നോക്കി. അത്ര തന്നെ. അനാമിക ഛർദ്ദിക്കാൻ തുടങ്ങി. കുറച്ചു സമയം വിശ്രമിച്ച് അമ്മായിമ്മയുടെ അടുത്ത് വന്ന് അനാമിക വിഷമിച്ച് പറഞ്ഞു, അമ്മേ, എന്നോട് ക്ഷമിക്കൂ. ഇനി യൂട്യൂബ് നോക്കി പാചകം ചെയ്യില്ല. എനിക്ക് പാചകം വളരെ ദൂരെ. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കൂ അമ്മേ. അവരുടെ നല്ല മനസ്സുകൊണ്ട് മരുമകൾ അനാമികയോട് ക്ഷമിച്ച് എല്ലാവിധ ഭക്ഷണവും അനാമികയ്ക്ക് നന്നായി പറഞ്ഞുകൊടുത്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇപ്പൊ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ